എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ സൂററ്റിലാണ്. അപ്പോൾ മൊത്തം പൊന്നും കൂടെ സൂററ്റിലെത്തിയിട്ട് 2 ദിവസമായി, രാജസ്ഥാനിലെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഞങ്ങളും ഇന്നലെ ഇവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇന്നലെ ഇവിടെ നമ്മൾ ഈ വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. നമ്മുടെ ഫാമിലി ഫ്രണ്ടായ ശ്രീജ ചേച്ചിയുടെ രാജേഷേട്ടൻ്റെ വീടാണ്. അപ്പോൾ രാജേഷേട്ടൻ രാവിലെ ജോലിക്ക് പോയില്ലേ, കുറച്ച് കഴിയുമ്പോൾ തന്നെ എത്തും. അപ്പോൾ ഞങ്ങൾ രാവിലെ റെഡിയായി വണ്ടി എടുത്തോട്ട് പോകണം. അപ്പോഴേ ഞങ്ങളുടെ കൂടെ ഇവിടെ ഇങ്ങോട്ട് കറങ്ങാൻ വരുന്നോ, ഗുജറാത്ത് കറങ്ങാൻ വരുന്നോ, അതോ നിങ്ങൾ തിരിച്ചു പോവാണോ? നിങ്ങളുടെ കറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇവർക്ക് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ കറക്കം ഞങ്ങൾ അതുകൊണ്ടൊന്നല്ല, ഞാൻ റെഡിയാ കറങ്ങാൻ. ചേച്ചൻ മടുത്തു. അതെന്നറിയോ, ഇവക്ക് ഇനി തണുപ്പത്തോട് പോകണമെന്ന് പറഞ്ഞു, ഹിമാചലിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തണുപ്പൊന്നും ഇനി നമ്മൾ പിടിക്കുന്നില്ല, നമുക്ക് കുറച്ച് നേരം നാളോട്ട് ഇറങ്ങാം, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അതുപോലെ കോളേജിൽ പോകണ്ടേ? കോളേജിൽ പോകണം അവിടെ തുടങ്ങി പോണം. അതൊക്കെ പതുക്കെ പോയാൽ മതി. അവർക്ക് രണ്ടുപേർക്കും സൂറത്ത് ഇഷ്ടപ്പെട്ടു. സൂറത്ത് വിട്ട് പോകുന്നില്ല. നല്ല സ്ഥലമാണ്, നിങ്ങൾക്ക് ഒരുപാട് ട്രൈ ചെയ്യാനുണ്ട് ഇവിടെ. അപ്പൊ ഇവര് ഇന്നും കൂടെ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ വരുന്നുള്ളൂ അല്ലേ? നാളെ ഉള്ളൂ. നാളെ ഉള്ളൂ. രാജേഷനും ശ്രീ ചേച്ചിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഹോസ്റ്റലിലാണ്. ഏക്കാൽ ഇവർ വന്ന് 2 ദിവസം അടിച്ചു പൊളിച്ച് നല്ല കമ്പനി ആയിരുന്നു. അത് തന്നെ, നമുക്ക് കൂട്ടായി ഇവിടെ 2 ദിവസം. അതെ, ഇവര് തന്നെ ഇരുന്ന് ബോറടിക്കുമല്ലോ. അപ്പോഴേ നാട്ടിലോട്ട് വരിക. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞിട്ട് പോയതാണ്, എന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല. സമയം പോന്നു, ഞങ്ങൾക്ക് ലോഡങ്ങ് കൊണ്ട് ഇറക്കേണ്ടതാ. ഇവിടെ നിങ്ങൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഓർമ്മ വല്ലതും ഉണ്ടോ? വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇന്ന് 48 ദിവസമായി. ഞങ്ങള് തന്നെ ആയിട്ട് 22ാമത്തെ ദിവസം. ഇപ്പം നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ഹൈവേയിൽ പാർക്ക് ചെയ്തേക്കുക. ഇപ്പം വണ്ടിയുടെ അടുത്തേക്ക് നമുക്ക് പോകണം. അവരെല്ലാം അവിടെ റെഡിയായിട്ട് കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴേ എത്ര കിലോമീറ്റർ ഓടി ഞങ്ങൾ പോകുന്ന കഴിഞ്ഞ്? നിങ്ങൾ 2100 അടുത്തോടി. 2100 കിലോമീറ്റർ നിങ്ങൾ തന്നെ യാത്ര ചെയ്തല്ലേ? രാജസ്ഥാനിൽ കൂടെ കൂടുതലും, പിന്നെ ഗുജറാത്തിലേക്ക് ഇപ്പം വന്നാലേ ഉള്ളൂ. രാജസ്ഥാനാണല്ലോ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത്, അതിനുവേണ്ടിയാണ് അവിടെ നിന്നത്. ഇത് വലിയൊരു സിംഹമാണല്ലോ നിൽക്കുന്നത്. ഗീർ വനത്തിലെ സിംഹമായിരിക്കും. ഗീർ വനമൊക്കെ പോകണമെന്ന് ഓർത്താ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണമെന്നാണ് ഞാൻ ഓർത്ത്. പക്ഷെ നിങ്ങളിപ്പം നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് പിന്നെ അത് നടക്കുകയാണ്. പിന്നെ ഒരു ട്രിപ്പ് ആക്കാം. സർദാർ വല്ലഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സൂറത്ത്. ഇത് ഈ ഗവൺമെൻറ് ബസ്സുകൾ പോകാനുള്ള ബേ. ഇത് പൂനെയിലും ഉണ്ട് ഇതുപോലെ ലോക്കൽ ബസ്സുകൾ പോകാൻ. ശവവാഹിനിയെ മുന്നേ പോന്നെ. എന്നതാ ശവം കൊണ്ടുപോകുന്ന വണ്ടി. രാജൻ, ഞാൻ ആദ്യം രാജാണോന്ന് ഓർത്തിച്ചു. പിന്നെ ഗുജറാത്തി അല്ലേ എഴുതിയേക്കുന്നേ? അത് തന്നെ. ശ്രീജ ചേച്ചിക്ക് പിന്നെ ഒരുപാട് ഭാഷ അറിയാവുന്ന ആളാ. 6-7 ഭാഷ അറിയാം. അതെ, നമ്മളിന്നാള് നമ്മുടെ ഒരു വീഡിയോക്കകത്തുണ്ട് ഇവർ രണ്ടുപേരും, രാജേഷേട്ടനും. എത്ര ഭാഷ അറിയാം? 7 ഭാഷയോ? അതായത് മലയാളം, തമിഴ്, കന്നഡ, മറാഠി, ഗുജറാത്തി, ഹിന്ദി, ഇംഗ്ലീഷ്. പിന്നെ വേറെ വല്ലതും ഉണ്ടോ അറിയാം? അപ്പൊ നമ്മള് ഡയമണ്ട് സിറ്റി ആയ സൂറത്തിലൂടെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഡയമണ്ട് സിറ്റി മാത്രമല്ല, ടെക്സ്റ്റൈൽ സിറ്റിയും കൂടെയാണ് സൂറത്ത്. അതെ. അപ്പൊ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇവിടെ ഒരു അഡ്വർടൈസിങ് ഏജൻസി ഉണ്ട്. അപ്പം അവിടെ കുറേ ഗേൾസാണ്, നിങ്ങളെ പോലെ കുറേ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലെ കുറേ ഗേൾസാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുമായിട്ട് നമ്മളിങ്ങനെ നിങ്ങൾ വരുന്നുണ്ടെന്ന് സൂറത്തിൽ അവർ അറിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായി. അതിനെയും കാട്ടിയേറെ അവർക്കൊരു സർപ്രൈസ് ആയിരുന്നു. ഇത്രയും യങ് ഏജിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വണ്ടിയും കൊണ്ട് ഇത്രയും ദിവസം ഒരു ഹെൽപ്പ് ഇല്ലാതെ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യുന്നില്ലേ. അപ്പോൾ അവർ കുറച്ച് അവരുടെ സ്റ്റാഫിനും ഇങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരൊന്ന് ചോദിച്ചു, എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോവാം. അപ്പോൾ ജലജ ചേച്ചിയും രതീഷ് ഭായിയും കൂടെ ഉള്ളത് അതൊരു പ്ലസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അവർക്കും അത് ഭയങ്കര അതെ അവർക്കത് അതിനെയും കാട്ടിയ സന്തോഷം. ഇങ്ങനെ എന്നാ പിന്നെ നമുക്ക് അതോട്ടോ. താങ്ക് യു. birthday hai. Okay. Happy birthday. 21 and 20. 20 and 22. 20 and 22. If I tell you that these 2 girls drives 40-wheel truck all over India, what you would think? And even her mother. So great. It's unbelievable. Luckily, I met them with someone, and I thought I want to invite them to at least
share their stories, so they can motivate you. Nothing is impossible. You can imagine this particular field where they drive, how risky is that? And even though they've been successfully doing it, they have a blog, they have 6.5 lakhs of followers, and they travel across. They stay in the truck. And remaining thing, I request her to. I want you to introduce them with their names first, and yours too. Thank you. So myself, I am Shrija Nayak. I am basically here. I am basically from Kerala, but અહીંયા રહું છું હવે સુરતમાં 20 વર્ષથી હું અહીંયા છું. I work with a preschool, so that's why I can speak fluently in Gujarati also. Her Gujarati is much better than ours. But they don't speak like Hindi, Gujarati. They understand Hindi, but they cannot fluently speak in Hindi. So I'll be the translator today. Yeah, This is Devika, Devika. and she is Gopika, they both are sisters. Her mother Jalaja, and father Pratish. They have a family vlog. Like he has a transport business. He started with the business, and she had a dream to see places. So that's how she came into the field of truck. The condition he put up was कि आप ट्रक चलाओगे तो you can see the places. I cannot हम ऐसे घूमने नहीं जा सकते. So वो she told yes, okay, I'll take up the challenge. She took up the challenge and she has travelled almost 26 states. She has covered that too with a loaded truck. Like Yeah. 20 tons, 22 tons of Material. 25 tons load she carries to all the places. और आपको पता ही है कि रोड इंडियन रोड्स कैसे हैं. जैसे they have gone to Himachal also, they have gone to western north east also. वहाँ पे सब ये मैम ट्रक चला चुके हैं. And her daughter also, she is following the same passion. उसको भी वही passion है. और इसकी तो बात क्या करें हम कि हम तो ऐसे ही 4-व्हीलर लेके ड्राइव करते तो हमको ऐसा लगता है कि बहुत टायरिंग लगता है. शी ड्राइव्स थ्रू आउट द नाइट. पूरा नाइट वो ड्राइव My करेगी. God. जैसे हम 2-व्हीलर लेके कहीं जाते हैं तो हमको रोड्स नोन होते हैं तो वी कंफर्टेबली ड्राइव ना. दीज पीपल, उनको कोई जगह नहीं पता होती है, कोई गूगल मैप नहीं यूज़ करते. दे जस्ट फॉलो द रूट. वो एक ये फॉलो करके उन लोग जाते हैं. एंड आई थिंक कमेंडेबल. और अभी तो मतलब ये लोग सब हिमाचल के लिए निकले थे. दे हैव देयर ओन कैरावन ऑल्सो. सो कैरावन लेके पूरी फैमिली निकले थे. फिर इन दोनों ने डिसाइड किया कि हमको अकेले थोड़े जगह एक्सप्लोर करने हैं. So these both girls, what they do, they bought a Scorpio from Himachal. They took it. They explored Rajasthan for almost 21 days. Wow. पूरी जगह घूमे. वहाँ का फूड, वहाँ का कल्चर, वहाँ के लोग कैसे हैं. They stayed. They even उत्तरायण उन्होंने वहाँ पे सेलिब्रेट किया just to see कि कैसे सेलिब्रेट करते, because केरला में ये सब फेस्टिवल्स नहीं है. तो उनका जो पैशन है कि इंडियन कल्चर और इंडिया के बारे में जानने का जो है, तो वो खुद से ही हर चीज़ हम कर सकते हैं वो दिखा रहे हैं. एंड ट्रूली दे आर It is commendable. Unbelievable. So you share some of your experiences that you, please, whatever things you remember or you want to share. I asked her a very simple question. What makes you think that you can do this? At what age? And she said 9. At the age of 9, she decided she wants to drive like her mom and dad. And you can see, I mean, we all know what kind of challenges we have when we drive on the road. Especially, I know very well, I shared some example with them too. I know very well what kind of mentality they have. But they have come up with a very good idea. They said there is the other side of it, of all the drivers also. So most of them are very good, very helpful, kind of. So what we carry, the image of the people who drives on the road is very different. We, when we talk about truck drivers, we only think, I mean, not so positive, not so good. But they said they have experienced that there are people who are very helpful and very nice.
So please, if you have some stories to share with them. See, I'll tell something. Ah. I have 2 boys. My eldest son is also her age only. Okay. 21 years. પણ એ જ્યારે પણ કશે જાય ને તો હું પહેલાંથી તારું બુકિંગ થઈ ગયું, તને આ રોડ મેપ ખબર છે, આ એરિયા ખબર છે, આવું બધું અમે કન્સર્ન રહીએ. Yeah. So being a parent, they have given the freedom to their girls to Unbelievable. go and explore the things जो हम बहुत सारे being a mother हम नहीं करते हैं. हम पहले पूरा प्रिपेयर करके ही, भले कितने भी बड़े बच्चे हो, आप लोग भी बॉयज हो तो भी आप लोगों के घर से वो रहता ही है कि बट Yeah, and it's उनका डेयरिंग भी है और इनको भी no, बहुत hats off to the parents actually. आप दोनों को बहुत, I mean, it's really commendable. હું ને જતીન એવી વાત કરતા હતા કે આ બધા નેતાઓને બધાને સેલ્યુટ કરવા કરતાં આવી ટેલેન્ટને સેલ્યુટ થાય, આ કરેજને સેલ્યુટ કરવું જોઈએ. યુ એન્જોયડ ધ ફૂડ? Yeah, Next time you promise me that you will celebrate Uttarayan in Surat. We'll plan something great. You come over, yeah, sure. please. Okay, my name is Devika once again. So I was just my father is actually the man behind everything. So when I was at a small age, also he drives very well. So I always wanted to drive like him. So yeah, that's how the thing started. So when even at a very young age, he was never afraid to give the vehicle. He's always like, you can drive. You know, he's very free at a young age, and he always says one thing, that you should not feel that boys are anything better than you. It's always you're better than anyone. So when I started driving and all, you know, you see some persons judging. It's common there. Yeah, everywhere it's common. So we also have this fear within us. If you saw a boy driving and a girl driving, normally there is a mindset that, oh, he drives well. So that was very like evidence when I started driving. So he said, you drive better than many of the boys. Then he said, you don't have to compare yourself to anyone, and you're so good. Then I was also a little bit shy. I cannot talk, I don't know. So I'm not that open-minded, or I don't talk much to the public. So I was very conservative. Then I started my journey with my parents. So, and I'm actually this, you know, we've like family bonded. So I always want to stay with my family. That's why I did my schooling also in Kerala and my college also in Kerala. So I always stay with my family. So then I think we first went to Mumbai. That was when I was in 6th grade. So I was in 6th and she was in 5th. Yeah, yeah. That was the first trip they went together, because he was always saying that he will take her to Bombay one day. So yeah, then after 11 years of marriage, it was like we went to Mumbai. Then we came back in our truck. So that was the first experience. Then later, I think when I was in 11th standard, in between we go for small trips and all, nothing long. Then in 11th standard, we first came to here, Gujarat. So yeah, to Porbandar. From there. Then the experience was actually good, but there are situations, mainly the problem is with the toilet facilities. So when we came, you know, you have to adjust very much, because getting a proper clean toilet is, there's not even a chance. So the 95% of toilets are actually very bad conditions, and we have been to those toilets where, you know, we have, at the morning, the first sight we see is like toilet filled with, you know what it is. Yeah. So that was the main problem we face, even in the times of menstruation and all, you know how bad it is. So that's the main issue. Then I think rest everything is actually very fine. You know, even we started mingling with this, when we go to this truck laybys and all you can see is truck drivers, and they're actually very good. Yeah. Very good, because if we judge them based on their like looks and all, yeah, it's actually, you don't see them coming in very good like dress and all. Yeah, but if you mingle with them, actually very good. They're very good, you know. Even we normally sleep in petrol pumps and in truck laybys and all. So we don't take this hotel, and normally we stay there. And They stay in the truck. Yeah, we use the washroom for petrol pump areas and in dhabas and all. And we take bath also everywhere in petrol pumps and all. So, and there are also situations where we had some little fights and all with the owners in case of this petrol pump issues and all. Because in some areas also, when we asked them to clean and all, they said, no, it's not our responsibility. In some areas, they don't
they are not free to open the like toilets for common. There are also some issues, but in some areas it's very good, because when we actually, the first destination we traveled alone was to Jodhpur. Then yeah, we first went to a petrol pump area and we spent the night there. That's a first experience in a petrol pump. So actually it was cold there. It was like 10 degrees Celsius and all the temperature was. So in the evening, we I mean by night or 8 o'clock, we went to the pump. Then we said, okay, we will sleep here, and we already reached Jodhpur, so we will explore in the morning. Then we asked if we could sleep there. Then they said they opened us the private area. They go for their car parking. So he gave us that, and we slept there. And the toilet pump, everything was clean. And the next day morning also, it was very cold, and the petrol pump workers, they actually bought us tea. Wow. Because it was cold. Yeah, they bought us tea, and we also mingled with them, and they made us comfortable actually. When we normally people stare, it's actually a common thing. Common. So we don't know if we should approach them or not, but they came to us, they talked to us, and they kept on staring. Then we was like, why are they staring? We were so confused. Then they came to us, they talked to us, and they searched we have a channel name written on our car. So they searched it, then they bought us tea and all. We had a very good time with them. We were amazed to see them. इतनी छोटी लड़कियां कैसे हाँ Yeah, that was a very good experience we had in a petrol pump. Then we went to, mostly we stay in petrol pumps. Right. Yeah, first day we were like, we sleep early, then we wake up early and we will go. Then now we are like, okay, we can sleep. Yeah, we even sleep till 9:30 in petrol pumps. So in the morning, yeah, it's very comfortable. We sleep inside our car. Then we have the shade and all, and we put it and we sleep inside. Until now, we haven't faced any issues or anything. It was really nice. that's wonderful. They even cook in their car. Yeah. They have all facilities. They carry Yeah, everything. They have we their own have- caravan also. Yes. Yeah, we have this small stove and all stoves. In caravan, we have this bedroom, washroom, and toilet, sub. Everything is there. So whenever you go out with the family for a pleasure trip, you take a caravan. That's like a luxury bus. Yeah, it's a luxury bus, but we normally enjoy in our truck. Okay. Yeah, yeah. It's actually we all like to sit on our truck cabin. So the view is very good. Yeah, It's in the very good height, and you could see a very good view. And it's more comfortable. It feels like more like a home in our truck. Yeah. So when we go in our car, we normally stay in dormitories and all, and we take this mixed dormitory and everything. It's fine, and we have got many good friends actually. There are these foreigners and Indians and everyone. It's just very good. So but I think more we could explore more when we go by truck. The experience is different. Yeah. You get to know many people, you get to interact, but when we go by truck, it's more different, because when we are going by car, we just stay in a place and we come. But if you're going by truck, you get to meet many people, and people are actually very surprised to see when we came from a truck. So many comes to interact with us, and it's actually very good. I've been like to 24 states, so just been to till Arunachal. Yeah, so and it's actually Amazing. When you take a job, like if you have some goods to deliver, so when you travel, how every stoppages you are going to get people, then how do you match your delivery time? Because many of the time you have to invest time with people, then you have to explore. So do you think compared to normal drivers and normal delivery, you take little longer? It's actually like we travel like normal, then we reach this place for unloading, then there is some gap between getting the next load. So we take that time to explore the areas. All right. Yeah. Like to take a picture. അപ്പം നമുക്ക് ചെറിയ ബ്രഞ്ച് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആയിട്ട് പറയും. ഇത് ലോച്ചോ. ഇതിട ഇത് ദാബേലി എന്ന് പറയും. ദാബേലി. ദിസ് ഇസ് ഫർസാൻ നംകീൻ. ഇത് നമ്മുടെ നാട്ടിലെ മുറുക്ക്, അതുപോലെ തന്നെ. ആരോ ഖമൺ ഉണ്ടാക്കാൻ പോയതാ, പക്ഷെ അത് ഖമൺ ശരിയായിട്ട് വന്നില്ല, അപ്പൊ അതിനൊരു പേരിട്ടതാ ലോച്ചോ. സോ ഇറ്റ്സ് എ വെർഷൻ ഓഫ്, അപ്പൊ അതിനാണ് ലോച്ചോ എന്ന് പറയുന്നത്. പക്ഷെ അത് ഭയങ്കര ഫേമസ് ആയി. ഇപ്പൊ എല്ലാരും ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ലോച്ചോ. കടലമാവിൽ ഉണ്ടാക്കുന്നത്. കടലമാവും അരിയും ഉഴുന്നും കൂടെ അരച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്.
ഇത് നമ്മുടെ പാവില്ലേ, വടപാവിന്റെ പാവ്, പക്ഷെ അതിനകത്ത് സ്റ്റഫിങ് കപ്പലണ്ടിയും പിന്നെ ഉരുളക്കിഴങ്ങും അതിൻ്റെ ഒക്കെ ഒരു ഘട്ടമിട്ട സ്റ്റഫിങ്. ഇത് ടേപ്ല എന്നുവെച്ചാൽ ഉലുവേല ഇട്ട ചപ്പാത്തി, പക്ഷെ ഇതിൽ കടലമാവ്, ഉലുവേല, പിന്നെ ഇത് ഉണ്ടാക്കുന്നത് തൈരിൽ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കുഴയ്ക്കുന്നത്, ഈ മാവ് കുഴയ്ക്കുന്നത് തൈരിലാണ് കുഴയ്ക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. അല്ലെ ഇതിപ്പോൾ ടേപ്ല എത്ര ദിവസം ഇരുന്നാലും ചീത്തയാവില്ല. അപ്പോൾ ഇവരൊക്കെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കുറേ പാക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ വെളിയിൽ ചായയുടെ കൂടെ കഴിക്കാനും അതിനൊക്കെ ഇത് ടേപ്ല അവർ യൂസ് ചെയ്യും. ഇത് ഫേമസാണ്, ഗുജറാത്തീസിൻ്റെ ഒരു ഫേമസ് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. ഇത് എന്നാണേലും ഈ ലോച്ചോ എന്ന് പറഞ്ഞ സാധനം അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പാത്രം കാലിയാക്കിയിട്ടുണ്ട്. ഇതില്ലേ, ഇത് ഖമൺ എന്ന് പറയും. ഇതിപ്പോൾ എങ്ങനെയാ സ്ക്വയർ ഷേപ്പിൽ നല്ല പെർഫെക്റ്റ് ആയില്ലേ. ഇത് സ്ക്വയർ ഷേപ്പിൽ പെർഫെക്റ്റ് ആവാത്തതാണ് ഈ ലോച്ചോ. എന്നുവെച്ചാൽ അവര് വേവിക്കാൻ വെച്ചപ്പോ പകുതി വെന്തു പകുതി വെന്തില്ല. പക്ഷെ അതിപ്പോ ഒരു ഫേമസ് ഡിഷായി. ഇപ്പൊ എല്ലാവർക്കും എന്നുവെച്ചാൽ അത് ഭയങ്കര ഒരു ഫേമസ് ആയിട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ്, ഇതിനൊരു ഡിഫറെന്റ് ടേസ്റ്റ്. അത് ഫുള്ള് വെന്തതിന് ശേഷം ഒരു ഡിഫറെന്റ്, പക്ഷെ ഇത് ഹാഫ് കുക്ക്ഡ് ആണെങ്കിലും അതിന് നല്ലൊരു ഫ്ലേവറോ. അതെ, ഇവിടുത്തെ ഫേമസാ. ഇത് കാക്രയാണ്. ഇതിലും ഈ ഉലുവയില ഇട്ടോ ഉണ്ടാക്കും മേഥി കാക്ര. വേറെ വേറെ ഫ്ലേവേഴ്സ് ഉണ്ട്, ഡിഫറെന്റ് ഫ്ലേവേഴ്സ്. മഞ്ചൂരിയൻ, അങ്ങനെ പല പല ഫ്ലേവേഴ്സ് ഉണ്ട്. ഇത് ജീര ഖാക്ര, ഇത് മസാല ഖാക്ര. ഇതൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന പപ്പടം പോലെ ആയിരിക്കുന്നത് ഇങ്ങനെ. പക്ഷെ ഗോതമ്പ് മാവ് വെച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ കുറേ തിന്നായിട്ട് പരത്തി അതിനെ ചുട്ടെടുക്കുന്നതാണ്. അപ്പം അത് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. ഇനിയിപ്പോൾ ഇതുകൂടെ കഴിക്കാനുള്ള സ്പേസ് ഇല്ലെന്ന്. ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഇവിടെ വരുമ്പോൾ എല്ലാം ഇത് നടക്കുള്ളൂ. ഇത് ചായ, മസാല ചായ, ഇത് ഇലക്കയൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് നല്ല ചായ. അപ്പം നമ്മുടെ കമലേഷ് ഭായിയുടെ അമ്മയുടെ ബർത്ത്ഡേ എന്ന്, അപ്പം അതിലും കൂടെ നമുക്ക് പങ്കെടുത്തിട്ട് പോവാം. സോ നാം ബാനു നാം മഞ്ജുള. അമ്മയുടെ പേര് മഞ്ജുള എന്നാണ്. Happy birthday to you. Happy birthday to you. Happy birthday dear Ma. Happy birthday to you. बार दिन ये आए, बार दिन ये गाए, तुम जियो हजारों साल, ये मेरी है आरज़ू. Happy birthday to you. Happy birthday to you. താങ്ക് യു. അത് നിങ്ങളുടെ അപ്പോൾ നമുക്കിനി വണ്ടി എടുത്തോട്ട് പോവാം. അപ്പോൾ കമലേഷ് ഭായി പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ ഒരു വീടും കൂടെ ഉണ്ടെന്ന് ഓർത്തോളാനാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. രാജേഷേട്ടനെ പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇന്നാൾ വണ്ടിയൊക്കെ ഓടിച്ചല്ലേ, നമ്മുടെ 66 ഇന്നാൾ ഓടിച്ച രാജേഷേട്ടൻ ഇവിടെ പോലീസിലെ വർക്ക് ചെയ്തത്. പഴയ ലൈസൻസാ, പഴയ ഡ്രൈവറാ. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഒക്കെ ഉള്ളത് രണ്ടുപേരും വണ്ടിയിലുള്ളതല്ലേ, സ്ഥിരം കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അതാ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാതെ. നമുക്ക് പോയേക്കാന്നാ. അപ്പോൾ നമ്മളതേ സർദാർ ബ്രിഡ്ജിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തപി നദി തന്നെയല്ലേ? തപി നദി തന്നെയാണ്. ആ സൈഡിൽ എത്ര പാലം വന്നേക്ക്. സൂറത്ത് അറിയപ്പെടുന്നത് സിറ്റി ഓഫ് ഫ്ലൈ ഓവേഴ്സ് അല്ലെങ്കിൽ സിറ്റി ഓഫ് ബ്രിഡ്ജസ് എന്ന് വെച്ചാൽ ഈ താപ്പി നദിക്കും രണ്ട് സൈഡായിട്ടാണ് ഫുള്ള് സിറ്റി. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാ ഈ ബ്രിഡ്ജസും ഫ്ലൈ ഓവർ. അതെ ഫ്ലൈ ഓവറുകളുണ്ടോ? ഇഷ്ടം പോലെ ഫ്ലൈ ഓവേഴ്സ് ഉണ്ട്, കണക്ടിവിറ്റി കൂട്ടാനുള്ള ഇത്. ഇപ്പോൾ നമ്മൾ ഓൾഡ് സൂറത്ത് സിറ്റിയിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പോൾ അതെല്ലാം പഴയ ബിൽഡിങ്ങുകളാണ്. ന്യൂ സിവിൽ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ റൈറ്റിലേക്ക്, വരാച്ച റെയിൽവേ സ്റ്റേഷൻ എല്ലാം നേരെ. പഴയ RT ഓഫീസായിരുന്നു സൂററ്റിലെ, ഗവൺമെൻറ് RT ഓഫീസ് സൂററ്റ്. റൈറ്റ് സൈഡിൽ കാണുന്ന അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഇതാ ഗവൺമെൻറ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ്, ന്യൂ സിവിൽ ഹോസ്പിറ്റൽ. ഇപ്പോൾ ഇവിടെ നിന്നാണ് ടെക്സ്റ്റൈൽ മാർക്കറ്റുകളെല്ലാം തുടങ്ങുന്നത്. തുണിക്ക് ഫേമസ് ആണല്ലോ സൂറത്ത്. ഇവിടെ കൂടുതലും വീവിങ് യൂണിറ്റ്സ്, പിന്നെ പ്രിന്റിംഗ് യൂണിറ്റ്സ്, കളറിംഗ് യൂണിറ്റ്സ് എല്ലാം ഈ നൂലുണ്ടാക്കുന്ന റോ മെറ്റീരിയൽസ്, ലേസിന്റെ റോ മെറ്റീരിയൽസ് എല്ലാത്തിന്റെയും യൂണിറ്റ്സ് ഉള്ളത് ഇവിടെ സൂറത്തില്. അതെ. പിന്നെ ഈ തുണിയല്ല നൂലുകളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.
അതെ, അവിടെ നിന്ന് വരുന്നോണ്ട് ഇവിടെയും ഉണ്ട്, യാൺ ഇവിടെയും ഉണ്ട്. ആ റീറ്റെയിലും ഹോൾസെയിലും ആയിട്ടുള്ള ടെക്സ്റ്റൈൽ യൂണിറ്റ്സ് ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന എല്ലാം, റൈറ്റിലും ലെഫ്റ്റിലും ഇത് ഫുള്ളും ഈ ഏരിയ തന്നെ ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ പിന്നെ പല പല മാർക്കറ്റ്സ് ഉണ്ട്. ഇത് ഹോട്ടലായിരുന്നു ഈ മുകളിലത്തെ? അതെ, ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ട് ഒരു കേസ് നടന്നു. എന്ന് വെച്ചാൽ ഇതിന്റെ ലിഫ്റ്റ് എന്തോ കംപ്ലൈന്റ് ആയിട്ട് ഒരു നാട്ടിൽ നിന്ന് അവര് ഇത് തുണിയെടുക്കാൻ വേണ്ടി എന്തോ വന്നതാ. അപ്പോഴും പുള്ളിക്കാരൻ അറിയാതെ ലിഫ്റ്റ് തുറന്നപ്പോഴത്തേക്ക് അറിയാതെ എടുത്ത് കാല് വെച്ചു. എന്നിട്ട് അത് പക്ഷെ ആ ലിഫ്റ്റ് വർക്കിംഗ് അല്ലായിരുന്നു. അങ്ങനെ മരണം സംഭവിച്ചത് ഒരു കേസ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതോടെ അല്ലെങ്കിൽ കുറെ പഴക്കമുള്ള ബിൽഡിംഗ് ആയത്. ഓ, ലിഫ്റ്റ് ഇല്ലാതെ ഡോർ ഓപ്പൺ ചെയ്തപ്പോ ലിഫ്റ്റ് ഉണ്ടെന്നും കൊണ്ട് ഇറങ്ങി നേരെ താഴേക്ക് പോയി. അയ്യോ, ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ട്രാഫിക് ആയല്ലോ. ഓട്ടോറിക്ഷകളാണ് കൂടുതലും. സൂറത്ത് റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്, ദേശീയ പതാക പറക്കുന്നത്. കുറേ നേരം ഇവിടെ നല്ല ട്രാഫിക്കാണ്. ഇവിടെ നിന്ന് ഒരു ജംഗ്ഷനാണ്, അതുകൊണ്ട് ഫ്ലൈ ഓവറുകൾ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ അതെ, ഇവിടെ നല്ല ട്രാഫിക്കാണ്, കുറേ നേരമായി. GSRTC, ഗുജറാത്ത് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. മോളിൽ റെയിൽവേ ലൈനാണ്. ഇതാണ് വറാച്ചെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആ ട്രാഫിക്കിനകത്ത് നിന്നൊക്കെ വെളിയിൽ ചാടി. അതല്ലേ NH 48 NH 48 നമ്മുടെ വണ്ടി കിടക്കുന്നത്, പഴയ NH8. ഈ ഏരിയ ഫുള്ളും സൗരാഷ്ട്ര കൂടുതലും, ഈ വരാച്ച ഏരിയ ഫുള്ളും ഭാവ്നഗർ, രാജ്കോട്ട് അവിടെ നിന്ന് വന്ന ആൾക്കാരാണ് ഇവിടെ. സൗരാഷ്ട്ര എന്ന് പറയുന്ന ആ ഏരിയ അല്ലേ? അതെ അതെ, ഭാവ്നഗർ, രാജ്കോട്ട് ഒക്കെ സൗരാഷ്ട്ര. ഇതൊക്കെ സൂററ്റ് മെട്രോയുടെ പണി നടക്കുന്ന പണി ഏകദേശം പൂർത്തിയായി. 27 പൂർത്തിയാവും തോന്നുന്നു. GSRTCയുടെ വോൾവോ. ഇത് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ലൈനാണ്, പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അഹമ്മദാബാദ്, മുംബൈ. ഇതെല്ലാം ലോങ് സർവീസ് ബസ്സുകളാണ്, സ്ലീപ്പർ ബസ്സുകൾ. നമ്മളത് ഹൈവേയിലെത്തി. ലെഫ്റ്റിലേക്ക് ബറോഡ, അഹമ്മദാബാദൊക്കെ. റൈറ്റിലേക്ക് പോയാൽ വാപ്പി, മുംബൈ. ഇപ്പോൾ NH 48 എത്തി. അപ്പം വണ്ടി മുന്നിൽ എവിടെയെങ്കിലും ആയിരിക്കും നിർത്തിയേക്കുന്നത്. അവിടെ ഒരു ടോൾ ഗേറ്റ് കഴിഞ്ഞിട്ട് നിർത്താനാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇത് തവി നദിയാണ്. തവി നദിയുടെ പഴയ പാലമാണ് അപ്പുറം കാണുന്നത്. ഇത് പുതിയതെന്ന് പറയാൻ പറ്റില്ല, ഇതും കുറേ പഴയതാണ്. ഇവിടെ വണ്ടി കാണുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വിളിച്ചു നോക്കാം. ഇവിടെ വരാനായിരുന്നു പറഞ്ഞത്. ഉണ്ട്. അതല്ലേ, എല്ലാ വണ്ടിയും നല്ല സെറ്റപ്പായിട്ട് പാർക്കിങ്ങിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഞാൻ നിർത്തി വഴി തെറ്റി വേറെ ഇതിലേലും പോയോന്ന്, അല്ലെങ്കിൽ പുറകിലോ മുന്നിലോ വല്ലോ ആണോന്ന്. പാപ്പന്മാരെല്ലാം വിളിച്ച് ഏറ്റു വരുന്നുണ്ട്. നമ്മുടെ പാപ്പാൻ എണീറ്റിട്ടുണ്ട് അല്ലേ? എല്ലാരും ഉറക്കമായിരുന്നു കേട്ടോ. അജീഷ് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പൊന്നു എന്റെ ബാഗ് എടുത്തോണ്ട് വന്നേ കാറേ. അജീഷ് പറഞ്ഞു ഉച്ചയാകുമ്പോൾ നോക്കിയാൽ മതി. ഉച്ചയെന്നും പറഞ്ഞ് അതെ, ഇപ്പൊ തന്നെ സമയം 5 മണിയായെന്ന് തോന്നുന്നു. അതെ, 5 മണിയായി. ഉറങ്ങി മടുത്തോ? ഞാൻ ഉറങ്ങി. അത് നീ വയറ് നിറഞ്ഞായിരിക്കുമല്ലോ ഇരിക്കുന്നത്. ചോറുണ്ടോ? പിള്ളേർക്കൊക്കെ ഇത്തിരി ഒരു മുട്ടായി ഇന്നലെ കൊണ്ടുവന്നില്ല, അതുകൊണ്ട് ഇന്ന്. അതെ, കുഞ്ഞു പിള്ളേർക്ക് എല്ലാവർക്കും ഒരു സ്വീറ്റ്സ്. എല്ലാ കൊച്ചുങ്ങൾക്കും. അപ്പം നമുക്ക് പോയേക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വരുന്നുണ്ടോ ഞങ്ങളുടെ? മുത്തങ്ങൾ ഇറങ്ങണമെന്നൊരു മനസ്സുണ്ട്. പൊന്നൂര് ഹിമാചൽ പോണം, എനിക്ക് വന്നാൽ കൊള്ളാന്നുണ്ട്. പൊന്നുനെ പിന്നെ വിളിക്കുന്നില്ല, കോളേജ് തുടങ്ങിയോണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കും, വിളിച്ചാൽ വരും. അത് വേണ്ട, വിളിച്ചാ പോരും നമ്മുടെ കൂടെ. അതെ, വരുന്നുണ്ടോ? വന്നാൽ കൊള്ളാന്നുണ്ട്. കൊറേ നേരമായിട്ട് എന്നോട് പറയുന്നു. ഇപ്പൊ തന്നെ 47-48 ദിവസമായില്ലേ? അതൊക്കെ വീട്ടിലോട്ട് പോക്കോ. അത് കഴിഞ്ഞ് വേറെ ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാം. നമുക്ക് വീട്ടിൽ വരുമ്പം കാണാം. അല്ലെങ്കിൽ പിന്നെ വേറെ നോക്കട്ടെ, വേറെ എങ്ങോട്ടെങ്കിലും ലോഡ് കിട്ടുകയാണെങ്കിൽ ഇടയ്ക്ക് വിളിക്കാം. അന്നേരം ഒരു ഫ്ലൈറ്റിന് ഇങ്ങനെ വന്നാൽ അതെ, ഇങ്ങോട്ടല്ല, ഇങ്ങോട്ടോ എങ്ങോട്ടേലും ഒക്കെ. ലോഡ് ഞങ്ങൾ ഇറക്കിയിട്ട് അടുത്ത ലോഡ് നോക്കിയിട്ട് പറയാം. അതെ, പോയേക്കാം. അപ്പം ദേശേട്ടാ, ഓക്കെ. അപ്പം ഇടയ്ക്ക് വരുമ്പോൾ കാണാം. അവർക്ക് ഇനി യൂട്ടേൺ എടുക്കണം, കുറച്ച് മുന്നേ പോയാൽ യൂട്ടേൺ എടുക്കാൻ പറ്റുള്ളൂ.
ഒത്തിരി ദിവസം കൂടി കണ്ടോണ്ടേ വിട്ടിട്ട് പോകാൻ തോന്നില്ല. എന്നാ ഇവിടെ നിന്നോ, ഞങ്ങൾ പോയി ലോഡറക്കിട്ട് വരാം. അതും പറ്റിയല്ലേ? അല്ല, ലോഡറക്കിട്ട് പിന്നെ നിങ്ങൾ അതുവഴി വേറെ വഴിക്ക് പോയാ തന്നെ ആ, അത് പറയാൻ പറ്റിയല്ലേ. ആ, അതുകൊണ്ടാ. ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഈ ഹൈവേയിലെ ഏറ്റവും തിരക്കുള്ള ഹൈവേ. അങ്ങോട്ട് ബ്ലോക്കാന്ന് തോന്നുന്നതേ. കുറേ ദൂരം വണ്ടികൾ കിടപ്പുണ്ട്, ട്രക്ക്. ഈ രണ്ടാമത്തെ ലൈനിൽ അതിൽ പോകുന്നുണ്ടോ വണ്ടി? അവിടെ വല്ല മിക്കവാറും പണി നടക്കുന്നതുകൊണ്ടായിരിക്കും ഈ തിരക്കെന്ന് തോന്നുന്നു. ആ സൈഡിൽ കൂടെ അങ്ങ് കയറി പോയാലോ? അല്ല, അതിലെ പോയാലും ബ്ലോക്കായിരിക്കും. ഈ ലൈനിൽ നിന്നാൽ മതി, അതിലെ ചെറുവണ്ടി പോട്ടെ. അപ്പം അതൊക്കെ വണ്ടി നീങ്ങുന്നുണ്ട്, അതിന് പണി നടക്കുന്ന വല്ലതായിരിക്കും. അപ്പൊ ഇനി നമ്മൾ ഗുജറാത്തിലൂടെ, ഇപ്പൊ പുത്തേട്ടറാളുള്ളതിന്റെ ഗുജറാത്തിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ തൊട്ട് ഇവിടെ ചുമ്മാ ഇരുന്ന് മടുത്തിരിക്കുക. 8 മണിയാകുമ്പോ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ 7 മണിയാകുമ്പോ എഴുന്നേറ്റു. എന്നിട്ട് വണ്ടിയുടെ ഗ്ലാസ് എല്ലാം തുടച്ചു. എന്നിട്ട് മാറ്റെല്ലാം കൊട്ടിക്കൊടഞ്ഞ് മട്ടൻ കറി ചൂടാക്കി. എന്നിട്ട് ഞാൻ ഒരു 10 മണി വരെ നിങ്ങളെ നോക്കിയിരുന്നു. എന്നിട്ട് നിങ്ങൾ വന്നിട്ട് കുളിക്കാന്ന്. 10 മണി കഴിഞ്ഞപ്പോ ഞാൻ പോയി കുളിച്ചു, തിരിച്ചു വന്നു, കപ്പയും കുടിച്ചു, ചോറും വെച്ചു, കടന്നു ഉറങ്ങിയില്ല. ആര് ചോറ് വെച്ചു? അജീഷ് ചോറ് വെച്ചു, അവര് വയറ് വെച്ചു, ഞാൻ ചോറും കറിയൊക്കെ അവര് വെച്ചു, നീ കഴിക്കാനും കൂടി. ഒന്നുമല്ല, ഭാഗ്യമായ സപ്പോർട്ടുകൾ ഉണ്ടല്ലോ അതിന് വേണ്ടി. എന്നാ പയറ് കൊടുത്തു, ചെറുപയറ്, മറ്റേ കുക്കർ കൊടുത്തു, വാഷണെടുത്ത് കൊടുത്തു, വിസിലെടുത്ത് കൊടുത്തു, ഇടയ്ക്കിടയ്ക്ക് കഥയും പറഞ്ഞു കൊടുത്തു. അത് മതിയല്ലോ. അറിയാൻ വേണ്ടി ഞാനും അരിഞ്ഞോ കൂടി. എന്നാ അരിയാൻ? ഇതിന്റെ ഇതിനകത്ത് തേങ്ങ ചേരണ്ട. പിന്നെ എന്നിട്ട് ആ പുള്ളിയുടെ തേങ്ങ ചേരണ്ട സാധനം കുടിച്ചെന്ന് പറഞ്ഞവർ എന്നെ പറഞ്ഞു വിട്ടു. അത്ര നേരം കൊണ്ട് അത്ര ഉപകാരം ചെയ്തു. എനിക്ക് തോന്നേ അവിടെ 3 ലൈൻ വന്നിട്ട് ഇവിടെ 2 ലൈനോ 1 ലൈനോ ഒക്കെ ആകാൻ പോവാൻ തോന്നുന്നു. ഇവിടെ ഇപ്പൊ എത്ര ലൈനിലാണ് പോകുന്നത്? 5-6 ലൈനിലാണ് പോകുന്നത്. ആദ്യം കാറുകാർ മുഴുവൻ റൈറ്റ് സൈഡിൽ കൂടെ ആയിരുന്നു, ഇപ്പൊ ഇവരെല്ലാം ലെഫ്റ്റ് സൈഡിൽ വന്നു. ഇവിടെ ഇച്ചിരി വീതി കുറഞ്ഞിട്ട് ഇങ്ങോട്ടൊരു തിരിവും കൂടെ ഉണ്ട്, അതാ ഇവിടെ ബ്ലോക്കിന് കാരണം, ഈ തിരക്കുണ്ടാകുന്ന കാരണം. ഇതിലേ കയറി പോക്കും നേരെ. ഇതല്ലേ, കുറേ വണ്ടികൾ ഇതിലേ പോകുന്നുമുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വന്ന് കയറുന്നുമുണ്ട്, അതാ ഇത്രയും തിരക്ക്. അത് തന്നെയല്ല, ഇതുണ്ട് ഇവിടെ പണി നടക്കുക. അത് ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്ന ആ ജംഗ്ഷനിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന മുംബൈ അഹമ്മദാബാദ് ഹൈവേ കൂടെ NH-48 കൂടെ, അതായത് പഴയ NH-8 കൂടി. നല്ല തിരക്കുള്ളൊരു ഹൈവേ ആണിത്. അതെ, അതുകൊണ്ട് വേണമെങ്കിൽ ഒത്തിരി തിരക്കുള്ള സ്ഥലം വഴി ആയതുകൊണ്ട് നമുക്ക് ചാത്തുണ്ണി ഏൽപ്പിക്കാം. ഈ സ്ഥലമൊക്കെ നമ്മുടെ ഉള്ളം കൈ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. പൈനാപ്പിൾ എക്സ്പ്രസ് ഒക്കെ തീർക്കാൻ അടിച്ചോണ്ടിരുന്നു. നേരത്തെ പറയണ്ടായിരുന്നു അല്ലേ? അതെ, ബറൂച്ച്, ബറോഡ, ബറൂച്ചിലൊക്കെ ആയിരുന്നു വന്ന് ബ്ലോക്ക് സ്ഥിരം കിടക്കുന്നത്. ബറോഡ ഇറക്കണം, സൂറത്ത് ഇറക്കണം, പിന്നെ അഹമ്മദാബാദ് ഇറക്കണം, വാലിച്ചു വിട്ടുള്ളവരാണ്. പിന്നെ അംഗ്ലേശ്വറിന് തിരിച്ച് നാട്ടിലോട്ടുള്ള ലോഡ് കെമിക്കലൊക്കെ എല്ലാം നമ്മുടെ തലയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് മൊത്തം. എന്താ ചെയ്യുക? അതെ, ശംഭോ മഹാദേവ. നമുക്ക് വേണമല്ലേ കുറച്ച് മുന്നേ ചെന്നിട്ട് ഡൽഹി മുംബൈ എക്സ്പ്രസ് വഴി കയറി പോവാം. NE4 കൂടെ പോകാൻ വേണമെങ്കിൽ കുറച്ച് ദൂരം. ഈ മഞ്ഞുകാലം ആയതുകൊണ്ടാണ് ആകാശത്തിന് ഒട്ടും തെളിച്ചമില്ലാത്ത. മഞ്ഞുകാലം മാത്രമല്ല, ഇവിടെ ഒരുപാട് കമ്പനികളുണ്ട്, അവിടെ നിന്നുള്ള പുകയും കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. അതൊരു കാര്യമാണ്. കിം 6 കിലോമീറ്റർ, ബറൂച്ച് 40 കിലോമീറ്റർ, മാണ്ഡവി 31. ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന വഴിയാണ് കിം പോകുന്ന റോഡായത്. കിം എന്നെ തിരക്കാൻ നോക്കിയാൽ വഴിയില്ലല്ലോ. ഇതെല്ലാം വർക്ക്ഷോപ്പ് ഏരിയ ഇവിടെ എല്ലാം. നമ്മൾ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ നാട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിലൂടെ ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേ 2 കിലോമീറ്റർ, NE4. അപ്പം നമുക്ക് അതുവഴി പോവേ. വഡോദര 113, ഡൽഹി 1020 കിലോമീറ്റർ. രാത്രി ഇനി പെട്ടെന്ന് ഓടിച്ചല്ലോ, പെട്ടെന്ന് ഓടിയെത്താം. അത് തന്നെയല്ല, എക്സ്പ്രസ് വേ കയറുകയാണെങ്കിൽ സമാധാനത്തോടു കൂടി പോവാം, ഒരു ട്രാഫിക്കും ഇല്ലാതെ. അതെ അതെ, നല്ല സുഖമായിട്ട് അങ്ങ് പോകാം. 500 മീറ്ററൂടെ ഉള്ളൂ ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേ. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റിലേക്ക് എക്സ്പ്രസ് വേയിലേക്ക് കയറാം. ഓട്ടോറിക്ഷ, ട്രാക്ടർ, ബൈക്ക് ഒന്നും എക്സ്പ്രസ് വേയിൽ അനുവദനീയമല്ല. അതെ, അങ്ങ് അകലെ കാണുന്നതാണ് ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേ. അവിടെ തന്നെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാന്ന് തോന്നുന്നു, അതിലെ പോകത്ത് കയറത്തില്ലെന്ന് തോന്നുന്നല്ലോ. ഇനി അപ്പുറമല്ലോ ആണോ? അല്ല, പോവാം, ലോറി കയറി പോകുന്നുണ്ട്, പോട്ടെ. അപ്പോൾ അത് പഴയ വഴിയാണ്, അതിലെ നേരെ പോയാലും വഡോദര അഹമ്മദാബാദൊക്കെ പോവാം. അത് പഴയ വഴി. നമ്മുടെ പുതിയ എക്സ്പ്രസ് വേ, അത് എക്സ്പ്രസ് വേ കൂടെ വന്നിട്ട് ഈ പഴയ റോഡിലേക്ക് ഇറങ്ങുന്ന വണ്ടികളായി പോകുന്നത്. 2 ലൈനേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേക്ക് ഏകദേശം 1400 കിലോമീറ്ററോളം നീളമുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ എക്സ്പ്രസ് വേ ആയത്. ഇത് പൂർണ്ണമായിട്ട് പണി തീർന്നിട്ടില്ല, ഏകദേശം പകുതിയോളം പണി തീർന്നു, ബാക്കി ഇനി തീരാനുണ്ട്. 2025 പണി പൂർത്തിയാവുമെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ
പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല. ഇപ്പോൾ ഈ എക്സ്പ്രസ് വേ പണിതേക്കുന്ന 8 ലൈൻ എക്സ്പ്രസ് വേ ആണ്. ഇത് ഭാവിയിലേക്ക് 12 ലൈൻ വരെ ആക്കാവുന്ന രീതിയിലാണ് പണിതേക്കുന്നത്. 2027 ഈ എക്സ്പ്രസ് വേയുടെ പണി പൂർണ്ണമായും പൂർത്തിയാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഡൽഹിയും മുംബൈയും തമ്മിലുള്ള ട്രാവലിംഗ് ടൈം ഏകദേശം ഒരു 12 മണിക്കൂർ എത്തിച്ചേരും. ഇപ്പോൾ ഒരു 24 മണിക്കൂർ 30 മണിക്കൂറൊക്കെ വേണം. കാറിന്റെ കാര്യമല്ലേ പറയുന്നത്? കാറിൻ്റെ കാര്യമാണ് പറയുന്നത്, ലോറിയുടെ അല്ല. ലോറിയും വലിയ വ്യത്യാസമില്ലാതെ ചെല്ലും. ഇങ്ങനത്തെ വഴിയാണ് എന്നാ കുഴപ്പം, ഒരിടത്തും ബ്ലോക്ക് ആകുകയല്ല, നേരെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നാൽ പോരെ. ഈ ഹൈവേ ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഹരിയാനയിൽ കൂടെ 129 കിലോമീറ്ററും, രാജസ്ഥാനിൽ കൂടെ 373 കിലോമീറ്ററും, മധ്യപ്രദേശിൽ കൂടെ 244 കിലോമീറ്ററും, മഹാരാഷ്ട്രയിൽ കൂടെ 171 കിലോമീറ്ററും കടന്നു പോകുന്നുണ്ട്. അതിൽ ഡൽഹി കൂടെയാണ് ഏറ്റവും കുറച്ച് ദൂരം കടന്നു പോകുന്നത്, അത് 12 കിലോമീറ്ററും. ഏറ്റവും അധികം കടന്നു പോകുന്നത് ഗുജറാത്തിൽ കൂടെയാണ്. ഗുജറാത്തിൽ കൂടെ 426 കിലോമീറ്ററും കടന്നു പോകുന്നുണ്ട്. ഓരോ 5 കിലോമീറ്ററിലും CCTV ഉണ്ട്. അതേപോലെ തന്നെ ഹെലിപ്പാഡുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, പമ്പുകളുണ്ട്, പിന്നെ റെസ്റ്റ് റൂമുണ്ട്, ATM ഉണ്ട്, ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും പൂർണ്ണമായിട്ട് ആയിട്ടില്ല. പണി തീരുമ്പോഴത്തെ കാര്യമാണ് ഇത് പറയുന്നത്. ഭാരത്മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ എക്സ്പ്രസ് വേ നിർമ്മിച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ലോറിക്കാരെല്ലാം റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നത്. അത് കാറുകാർ എന്നിട്ട് കണ്ടോ പോകാൻ പാടുപെടുക. ഈ 4 ലൈനുള്ളപ്പം ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് ലോറികൾ പോകേണ്ടത്. 4 ലൈൻ എന്നല്ല, എത്ര ലൈൻ ഉണ്ടെങ്കിലും ലോറികൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകണ്ടേ. കഴിഞ്ഞ ദിവസം നമ്മുടെ MBDയുടെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. അതെ അതെ. പക്ഷേ കേരളത്തിൽ മാത്രം ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. കേരളത്തിലാണേലും വെളിയിൽ നിന്ന് വരുന്ന വണ്ടിക്കാരെ ഇതേപോലെ ട്രക്ക് ലേബയിൽ ഈ MBDമാർ വന്ന് ഇതുപോലെ ഒരു ക്ലാസ് എടുത്താൽ നല്ലതായിരിക്കും. എന്നുവെച്ചാൽ വെളിയിൽ നിന്നുള്ള വണ്ടിക്കാരാണ് കൂടുതലും ഈ ട്രാഫിക് നിയമങ്ങൾ ഒട്ടും പാലിക്കാതെ ഓടിക്കുന്നത്. കുറേയെങ്കിലും പാലിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. കുറേയെങ്കിലും അല്ല കേട്ടോ, എല്ലാ ട്രാഫിക് നിയമവും പാലിച്ചോടിക്കുന്ന കേരളത്തിലാണ്. കുറേയെങ്കിലും പറഞ്ഞാൽ പോരാ. ഏത് നിയമങ്ങൾ ആദ്യം വന്നാലും കേരളത്തിൽ നടപ്പാക്കിയിരിക്കും. അത് MBDയും പോലീസും അതുപോലെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇപ്പം ഗ്ലാസ്സിൽ ഫിലിം ഒട്ടിക്കാൻ പാടില്ലെന്നുള്ള നിയമം വന്നപ്പോഴും, ഹെൽമെറ്റിൻ്റെ വന്നപ്പോഴും, സ്പീഡ് ഗവർണർ വന്നപ്പോഴും, സീറ്റ് ബെൽറ്റ് വന്നപ്പോഴും, ഇതെല്ലാം കറക്റ്റായിട്ട് പാലിക്കുന്ന കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു സംസ്ഥാനങ്ങളിലും വളരെ കുറച്ചായിട്ടൊക്കെ നോക്കുന്നുള്ളതല്ല. അല്ലെങ്കിൽ പോലീസുകാർ പൈസ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് ആ നിയമത്തിനെ ഉപയോഗിക്കുന്നത്. നർമ്മദാ നദിക്ക് മുകളിൽ കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേബിൾ സ്റ്റേഡ് പാലമാണ്, വലിയ പാലമാണ് കേട്ടോ. 1 കിലോമീറ്ററോളം നീളമുണ്ട്. ബറോച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള എക്സിറ്റ് ഇത്. എക്സിറ്റ് 9 ഇത്. എക്സിറ്റ് 7 വഡോദര ഇറങ്ങേണ്ടത്. ബറോഡയുടെ പഴയ പേരാണ്, അല്ല പഴയ പേര് ബറോഡയും പുതിയ പേരാ വഡോദര. എക്സിറ്റ് 9 ദഹേജ്. ഈ സൈഡിലത്തെ ഒരു ലൈൻ ശരിക്കും പറഞ്ഞാൽ വല്ല ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിലൊക്കെ നിർത്താനുള്ളതാണ് ഈ ഒരു ലൈൻ. അത്യാവശ്യ ഘട്ടങ്ങളിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള എക്സിറ്റ് വരുന്നിടത്ത്. അത് കൂടാതെ 3 ലൈനും കൂടെ ഉണ്ട്, മൊത്തം 7 ലൈനുണ്ട്. നമുക്ക് താഴേക്ക് ഇറങ്ങുവാണെങ്കിൽ പാർക്കിംഗ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ പമ്പൊക്കെ ഉണ്ട് കേട്ടോ, പമ്പൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. റെസ്റ്റ് ഏരിയ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം നമുക്ക്. ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല, ഇതൊക്കെ പണി നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്കിവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ ഉണ്ട് എല്ലാം ആകുന്നേ ഉള്ളൂ. പമ്പൊക്കെ ആയി, അവിടെ ഒരു പമ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഹെലിപ്പാഡൊക്കെ ഉണ്ടെന്ന് കേട്ടോ അവിടെ എഴുതി വെച്ചേക്കുന്നത്. അവിടെ ഒരു ധാബ ഓപ്പൺ ആയിട്ടുണ്ട്, രാജസ്ഥാനി പഞ്ചാബി ധാബ. കുറച്ചുകൂടെ നമുക്ക് അപ്പുറത്തേക്ക് മാറ്റിയിടുകയാണെങ്കിൽ അവിടെ ഒരു പമ്പുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് വെച്ചേക്കുന്നതുകൊണ്ട് അവിടെ ഇട്ട് കഴിക്കാം. അവിടെയാണ് ഇച്ചിരി ഒതുക്കമുണ്ട്. എടാ ടയറൊക്കെ നോക്കടാ, ഇതുണ്ടോ ടയറൊക്കെ നോക്ക്. എയർ അടിച്ചായിരുന്നു തോന്നി ഇവർ. ആ ഒരു ടയറിന് ചെറുതായിട്ട് എയർ കുറഞ്ഞായിരുന്നു. നേരെ പിന്നെ ആ വണ്ടി കടന്നിടത്ത് കുറച്ച് എയറൊക്കെ അടിച്ചു. വേറെ വലിയ പ്രശ്നമില്ല, സ്ക്രൂ അതേ തന്നെ ഇരിപ്പുണ്ട് ഇപ്പോഴും. ഈ മട്ടൻ കറിയുടെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനാ അവരെ ഉച്ചയ്ക്ക് ഏറ്റിരുന്ന് ഞാനത് ചൂടാക്കി. നിനക്കല്ല കഴിക്കാനാണ് അത്യാവശ്യം. മുതലാളിക്ക് വേണ്ടെന്ന് പറഞ്ഞു 3-4 വീക്ക് മുതലാളിക്ക് വേണ്ടോളാ ഇതൊക്കെ പറഞ്ഞു കഴിച്ചോണ്ടിരുന്ന ഞാനാണ്. എടാ അവിടെ മുതലാളിയുടെ സ്നേഹത്തോടുള്ള സ്നേഹം അതെ, അത് വായിക്കാതിരിക്കുന്നത് വലിയ വീസാ. ഞാൻ പറഞ്ഞാ ഇത് കഴിച്ചു തീർക്കാം, ഇവിടെ വേണ്ടേ. എന്നിട്ട് വായിക്കാത്ത എത്ര പീസ് വെച്ചിട്ടാ പറഞ്ഞു അവർക്ക് വേണ്ടത്. അപ്പം ഇന്ന് എല്ലാവരും കൂടെ അതെ കഞ്ഞിയും പയറും വെച്ചു. കഞ്ഞിയല്ല ചോറാണ് വെച്ചത്, പക്ഷേ അത് കഞ്ഞിയായിപ്പോയി. അപ്പം ചെറുപയർ തോരനും ചോറും. ചോറൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടിരിക്കുന്നത്. ഇപ്പം തണുത്തപ്പത്തേനും ഇച്ചിരി കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഓ ഇത് എടുക്കണമെങ്കിൽ ആളെ വിളിക്കണമല്ലോ. JCB വല്ലതും കൊണ്ടുവരണമെന്നാണ് തോന്നുന്നത്. ഇത് കുത്തി കിടക്കണമെങ്കിൽ. അജീഷ് ബ്രോയ്ക്കും ആകാശ് ബ്രോയ്ക്കും ഇപ്പം കഴിക്കാൻ വേണ്ടെന്നാണ് പറഞ്ഞു.
രാജേഷിന്റെ സ്വാദിഷ്ടമായ കഞ്ഞിയും പയറും. ഞാൻ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. പായസമാണോ? ഇത് പോയെന്നേ ഭയങ്കരമായിട്ട് പയറ് ഞാനല്ല വേവിച്ചേ. പിന്നെ ആരാ? ആകാശാ, നിങ്ങൾ ഇത്രയും കുക്കുമാരുണ്ടായിട്ട് ഈ ആകാശിനെ ഇത് ഏൽപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഓക്കെ, ഇത് കുഴപ്പമില്ല, ഇച്ചിരി വന്നാണെങ്കിലും സാരമില്ല. അല്ല, അതൊരു 2 തുള്ളി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചോറ് എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്തോ പശപ്പശകുണ്ട്. ഇല്ല, വെള്ളമൊന്നും വേണ്ട. ഇത് എന്തുകൊണ്ട് കഴിക്കാൻ സുഖമുണ്ട്, ചവയ്ക്കേണ്ട ആവശ്യമില്ല. വിഴിഞ്ഞാൽ മതി. ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇടുവായിരുന്നു, പായസമായിട്ട് കഴിക്കണം. ഇവിടെ ഒരു ധാബയുണ്ട്. ഇത് ഡോർമെട്രി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ധാബയായിട്ട് ഫുഡൊക്കെ ഉണ്ട്, കടയാണ്. ധാബയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇപ്പം. ആ സൈഡ് മൊത്തം അതെല്ലാം വാഷ്റൂമാ അതും ഒരു ധാബയാണ്. അതിൻ്റെ അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്, പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇല്ല, വാഷ്റൂമൊക്കെ നല്ലപോലെ പിന്നെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷേ അതിനൊന്നും ടാപ്പൊന്നും പിടിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം തന്നെ സീറ്റ് കവറൊക്കെ യൂറോപ്യൻ ക്ലോസിൻ്റെ സീറ്റ് കവറെല്ലാം പോയി. നല്ലപോലെ ക്ലീൻ ചെയ്യാനൊന്നും ആളില്ലെന്ന്. ക്ലീൻ ചെയ്യാൻ ആളില്ല. അതുപോലെ തന്നെ പക്ഷേ ഈ വരുന്നവരും നോക്കണം. വരുന്നവരൊട്ടും നോക്കുന്നില്ല, അത് വേറൊരു കാര്യം. പക്ഷെ എന്നാലും ക്ലീൻ ചെയ്യാനും മെയിൻ്റെനൻസ് ചെയ്യാനും ആളുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കിടക്കും. അതുപോലെ ഇതല്ല, ഇവിടെ വേസ്റ്റ് ബിന്നൊക്കെ അവിടെ ഇവിടെ ഓരോന്നുണ്ട്, പക്ഷേ എല്ലാം വലിച്ചു വാരി എല്ലാവരും എല്ലാം ഇട്ട് എല്ലാം ഒരു പരിവായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലേ നമ്മുടെ നാട് നന്നാകത്തുള്ളൂ. അല്ലാതെ കുറച്ച് പേര് വിചാരിച്ചിട്ടോ നന്നാക്കിയിട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. എല്ലാവരും വിചാരിക്കണം. ടോയ്ലറ്റിൽ പോകുമ്പോഴും ആ പോകുന്നവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ എന്ന് അങ്ങനല്ല, ഇത് മറ്റുള്ളവർക്കും ഉപയോഗിക്കേണ്ടതാണെന്നും നമ്മൾ ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ആക്കി ഇടേണ്ട കടമ നമുക്കാണ്, നമ്മുടെ ഉത്തരവാദിത്വം. ഞാനിപ്പോൾ അവിടെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് പോയി. ഞാൻ കയറുന്നതിന് മുമ്പ് ഒരു ചേച്ചി കയറി. ആ ചേച്ചി കയറിയിട്ട് ഫ്ലഷ് അടിക്കാതെ പോകുന്നു, യൂറിൻ പാസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്നിട്ട് നമ്മൾ വൃത്തിയാക്കിയിട്ട് പോരണം. അത് നമ്മൾ വേറൊരാൾക്ക് യൂസ് ചെയ്യേണ്ടതാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം. പാർക്കിംഗ് സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പൂർണ്ണമായിട്ടെല്ലാം ഒന്നും പണിതായിട്ടില്ല, കുറച്ചൊക്കെ ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ പുറകെ ആവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഹൈവേന്ന് ഒത്തിരി വിട്ടല്ലേ ഇത് പാർക്കിംഗ്, അതുകൊണ്ട് തന്നെ നല്ല സേഫായിട്ട് നമുക്ക് ഇറക്കിയിട്ട് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാം. അതൊരു വലിയ കാര്യമാണ്. ഇത്രയും പാർക്കിംഗ് സൗകര്യം ഉള്ളത്. അപ്പം ഫുഡൊക്കെ കഴിച്ചു, ഇനി നമ്മൾ പതുക്കെ അങ്ങ് പോയേക്കാം. ഇതെല്ലാം ട്രക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പാർക്കിംഗ് സൗകര്യം ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഒരു പമ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന എക്സ്പ്രസ് വേയിൽ കയറി. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ, ഇതിലെ നമുക്ക് ഓടാനുള്ളൂ. ഒരു 10-70 കിലോമീറ്ററൂടെ എക്സ്പ്രസ് വേയിൽ കൂടെ ഓടണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങണം. 4 ലൈനിൽ ലെഫ്റ്റിൽ ട്രക്ക്, സെക്കൻഡ് ലൈന് ബസ്, 3ാമത്തെ ലൈന് കാറ്, 4ാമത്തെ ലൈന് ഓവർടേക്കിംഗ് ലൈനാണ്, അതായത് സ്പീഡ് ട്രാക്കാണ്. ഈ സ്പീഡ് ട്രാക്കിൽ കൂടെ എമർജൻസി വെഹിക്കിൾസ് പോകാനുള്ള ലൈനും കൂടെ അതായത് ആംബുലൻസ്, ഫയർഫോഴ്സ്, പിന്നെ വല്ല സ്പെഷ്യൽ ഓഫീസർമാരുടെ വണ്ടികൾ, അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ പോകാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും റൈറ്റ് സൈഡ് ലൈൻ സ്പീഡ് ട്രാക്കിങ്. അപ്പോൾ ഇനിയിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്കാരനെ വണ്ടിയൊക്കെ ഏൽപ്പിച്ചു. എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, കിടന്നേക്കായിരുന്നു. കിടന്നോ? ഇന്നലെ ഒരുപാട് താമസിച്ചാണ് കിടന്നേ. ഇന്നലെ പിള്ളേരോട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു ഒത്തിരി സമയം. 1 മണിയായപ്പോഴാണ് കിടന്നത്. 1 മണി കഴിഞ്ഞു. വഡോദര 22 കിലോമീറ്റർ, അഹമ്മദാബാദ് 130, ഡൽഹി 930. പക്ഷേ ഇതും ഒരു റെസ്റ്റ് ഏരിയയാണ്. ഇവിടെ ഏകദേശം എല്ലാം പണി പൂർത്തിയായെന്ന് തോന്നുന്നു കണ്ടിട്ട്. പണി പൂർത്തിയായിട്ടൊന്നുമില്ല, എന്നാലും കുറേ കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് കണ്ടതിനെക്കാട്ടി കൂടുതൽ പണി പൂർത്തിയായിട്ടുണ്ട്. ഇതുണ്ട്, ഇതെല്ലാം ട്രക്ക് പാർക്കിങ്ങാണ്, ഇഷ്ടംപോലെ ഇടയുണ്ട്. അപ്പുറം വലിയൊരു പമ്പും തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേ മെയിൻ ഡ്രൈവർ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പം ഞാനും എന്നാ ഉറങ്ങാൻ പോവാ. കിടന്നോ? ആ, അപ്പം മഴയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? പിന്നെ ആ, ഗുഡ് നൈറ്റ്. ഓക്കെ.